ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസൺ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. ടൂർണമെന്റ് നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഈ അവ്യക്തത തുടരുന്നതിനിടെ സൂപ്പർ കപ്പിന്റെ കാര്യത്തിൽ ആശങ്കകളൊന്നുമില്ല. സൂപ്പർ കപ്പ് നടക്കുമെന്ന് AIFF നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് സൂപ്പർ കപ്പിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന്റെ സ്വന്തം കൊമ്പന്മാർ ബൂട്ടണിയാൻ പോവുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മഞ്ഞപ്പടയുടെ ആരാധകർക്ക് ആവേശം നിറച്ച് തകർത്താടാൻ ടീം പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് എത്താൻ പോകുന്നത്. ടീമിന്റെ പരിശീലനം ഒക്ടോബർ ആദ്യവാരം ആരംഭിക്കുമെന്നാണ് വിവരം. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് പുതിയ താരങ്ങൾ എത്താൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂപ്പർ കപ്പിന് മുമ്പ് ചില സൂപ്പർ താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ചില പ്രധാന താരങ്ങൾ മറ്റു ടീമുകളിലേക്ക് കൂടുമാറിയിട്ടുണ്ട്. അവരുടെ വിടവ് നികത്തുന്ന താരങ്ങളെ സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ നടത്തുന്നത്. ഐ ലീഗിൽ നിന്നുള്ള ചില താരങ്ങളുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കാനായാൽ ഇവർ ആരൊക്കെയാണെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. ഏറ്റവും അവസാനം നടന്ന ട്രാൻസ്ഫറിലൂടെ ചില താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുണ്ട്. പ്രതിരോധ നിരയിലേക്ക് ഇന്ത്യയുടെ അണ്ടർ-19 താരം സുമിത് ശർമ്മയെ ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിരുന്നു. 18-കാരനായ താരത്തെ 3 വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. മുംബൈക്കാരനായ അമയ് റനവാഡയെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചു. റൈറ്റ് ബാക്ക് താരത്തെ ഈ വർഷം ജൂണിലാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചത്. ബ്ലാസ്റ്റേഴ്സുമായി 2030 വരെ അമയ്ക്ക് കരാറുണ്ട്. ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷ വെക്കുന്ന താരങ്ങളിൽ ഒരാളാണ് അമയ്. ഗോൾ കീപ്പറായി അർഷ് ഷെയ്ഖിനെയും ബ്ലാസ്റ്റേഴ്സ് ഒപ്പം കൂട്ടി. ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ഭാഗമായ താരവും ഈ വർഷം ജൂണിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായത്. 2028 വരെയാണ് അർഷിന്റെ കരാർ. ലെഫ്റ്റ് ബാക്കിൽ തിളങ്ങുന്ന മണിപ്പൂരുകാരൻ ലിക്മാംബാം രാകേഷും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായി. പഞ്ചാബ് FC താരത്തെ 1 വർഷത്തേക്ക് ലോൺ അടിസ്ഥാനത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. MLS FCയിൽ നിന്ന് ഫ്രെഡി ലാൽറിൻകിമയെയും 1 വർഷത്തെ ലോണിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. ഇനിയും ചില താരങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുണ്ട് എന്നാണ് ടീം വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഇത് ആരൊക്കെയാകും എന്നത് കാത്തിരുന്ന് കണ്ടറിയാം. ഡേവിഡ് കാറ്റാലയുടെ പരിശീലനത്തിന് കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ബൂട്ടണിയുന്നത്. ആരാധകരുടെ വലിയ പിന്തുണ എല്ലാ കാലത്തും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് പന്ത് തട്ടാൻ ടീമിന് സാധിക്കുമോ എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. മിലോസ് ബ്രിൻസിച്ച്, ക്വാമെ പെപ്ര തുടങ്ങിയ വിദേശ താരങ്ങൾ ടീം വിട്ടതിന്റെ വിടവ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ഈ വിടവ് എങ്ങനെയാകും ബ്ലാസ്റ്റേഴ്സ് നികത്തുക എന്നതാണ് കണ്ടറിയേണ്ടത്. അഡ്രിയാൻ ലൂണ, നോഹ സദോയി എന്നിവർ ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നത് ടീമിന് കരുത്ത് നൽകുന്ന കാര്യമാണ്. ഒക്ടോബർ 25-ന് ആരംഭിക്കുന്ന സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം 30-നാണ് നടക്കുക. രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളികൾ. നവംബർ 3-ന് ഹൈദരാബാദ് FCയുമായും നവംബർ 6-ന് മുംബൈ സിറ്റി FCയുമായും ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടും. ഗ്രൂപ്പ് ഡിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മികച്ച നീക്കങ്ങളോടെ കപ്പിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. മറ്റൊരു കേരള ക്ലബ്ബായ ഗോകുലം കേരള FC ഗ്രൂപ്പ് സിയിൽ ബംഗളൂരു FC, മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, പഞ്ചാബ് FC എന്നിവർക്കെതിരെയാണ് കളിക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.